എന്താ ഗവൺമെന്റ് പറയുന്നത്? ഹെഡ് മാസ്റ്റർമാരിൽ പണം കൊള്ളയടിച്ചുകൊണ്ട് പോയി. PTA ഞങ്ങൾക്ക് വിശ്വാസമില്ല. പിന്നെ ഞങ്ങൾ ചോദിക്കാനുള്ളത്, കേരളത്തിൽ ഈ ഗവൺമെന്റ് ആരെയാണ് വിശ്വാസമുള്ളത്? PTA എന്ന് പറയുന്നത് അവിടെ യോഗം കൂടുന്ന ആ രക്ഷകർത്താക്കൾ തെരഞ്ഞെടുക്കുന്നതാണ് PTA കമ്മിറ്റി എന്ന് പറയുന്നത്. ആ PTA കമ്മിറ്റിയെ പോലും ഈ ഗവൺമെന്റ് വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആർക്കാണ് ഈ ഗവൺമെന്റ് വിശ്വാസമുള്ളത്? കേരളത്തിൽ ഭരിക്കുന്ന ജനപ്രതിനിധികളൊന്ന് ഓർക്കേണ്ടതുണ്ട്. വളരെ ഭംഗിയായി നടന്ന ഒരു യൂണിഫോം വിതരണമായിരുന്നു കഴിഞ്ഞ കാലം ഉണ്ടായിരുന്നത്. എയ്ഡഡ് മേഖലയിൽ കൊടുക്കാനാണ് ഇപ്പോൾ താമസം പറ്റി എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ചോദിക്കാനുള്ള 4 മാസമായിട്ട് നിങ്ങൾ എവിടെയായിരുന്നു? ഏത് ലോകത്തായിരുന്നു? എല്ലാ കുട്ടികളും ഇപ്പോൾ യൂണിഫോം വാങ്ങിക്കഴിഞ്ഞു. സർക്കാരിന്റെ കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് വകമാറ്റി ചെലവാക്കാനുള്ള സമയം എടുത്തുകൊണ്ട് കേരളത്തിലെ പാവപ്പെട്ടവരായ കുട്ടികൾക്ക് ഇനി യൂണിഫോം വേണ്ട എന്നാണ് ഈ ഗവൺമെന്റ് തീരുമാനിക്കുന്നത്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്ന 22 ലക്ഷത്തോളം കുട്ടികളും BPL വിഭാഗത്തിൽപ്പെട്ട ഏതാണ്ട് 3 ലക്ഷം കുട്ടികളും അങ്ങനെ അത്രയും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള യൂണിഫോമാണ് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി എന്ന തലത്തിൽ 444 കോടി രൂപയാണ് ഈ ഫണ്ട് ഇനത്തിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിരിക്കുന്നത്. ആ പൈസ ഇപ്പോൾ വകമാറ്റി ചെലവാക്കിക്കൊണ്ട് പാവപ്പെട്ട കുട്ടികൾക്ക് കിട്ടേണ്ട സൗജന്യ യൂണിഫോം ഇല്ലാതാക്കിയിരിക്കുന്ന ഒരു സമീപനമാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പും ആ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുസ്ലിം ലീഗും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രിയായിട്ടുള്ള ശ്രീമാൻ അബ്ദുൾ റബ്ബ് ഉൾപ്പെടെയുള്ള ആളുകൾ പൊതു ഖജനാവിൽ നിന്നും ആ പണം കൊള്ളയടിച്ചുകൊണ്ട് സ്വകാര്യ മുതലാളിമാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സമീപനമാണ് ഈ യൂണിഫോമിന്റെ കാര്യത്തിൽ എടുത്തിട്ടുള്ളത് എന്ന് കാണുവാൻ കഴിയും. കേരളത്തിലെ അധ്യാപകരെ വിശ്വാസത്തിലെടുക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറായിരുന്ന പ്രഥമാധ്യാപകർ എന്തോ തട്ടിച്ചു കൊണ്ടുപോയി എന്നാണ് കേരളത്തിലെ ഗവൺമെന്റ് പറയുന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. ആരാണ് ഇവരോട് ഈ കാര്യം പറഞ്ഞതെന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നില്ല. ഇപ്പോൾ SSIയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് ചില നിർദ്ദേശങ്ങൾ വന്നു. എന്താണ്? 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എത്ര സെന്റിമീറ്റർ യൂണിഫോം വേണം? പറഞ്ഞിരിക്കുന്നത് 75 സെന്റിമീറ്റർ. നിങ്ങൾക്കറിയാമല്ലോ, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പാവാടയും ബ്ലൗസും തയ്ക്കാൻ വേണ്ടി 75 സെന്റിമീറ്റർ തുണി വേണം, മാത്രം മതി എന്ന് പറയുന്നത് ഇവർ ഏത് ലോകത്താണ് എന്ന് നമ്മൾ ആലോചിക്കണം. എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഗൗബീനെ കൊടുക്കാൻ പോലും തികയാത്ത തരത്തിലേക്കാണ് ഈ യൂണിഫോമിന്റെ വിതരണം ഇപ്പോൾ നടക്കാൻ പോകുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ അധ്യാപകര്, കേരളത്തിലെ രക്ഷകർത്താക്കൾ, കേരളത്തിലെ വിദ്യാർത്ഥികളൊന്നടക്കം ഈ സർക്കാരിന്റെ ഈ നയത്തിനെതിരെ അതിശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസുകൾക്ക് മുന്നിലും ഇതേപോലുള്ള പ്രതിഷേധങ്ങൾ നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ഈ പ്രതിഷേധങ്ങൾ കൊണ്ട് ഗവൺമെന്റ് ഇത് തീരുമാനത്തിൽ നിന്നും പിന്മാറുന്നില്ല എങ്കിൽ അതിശക്തമായ പ്രക്ഷോഭം കേരളത്തിലെ വിദ്യാഭ്യാസ സമൂഹം വിദ്യാഭ്യാസ പ്രേമികൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ തെളിഞ്ഞു വരാൻ പോകുന്നത്. മറ്റൊന്നും കൂടി സൂചിപ്പിക്കാറുണ്ട്. ഇന്ന് നടന്ന സംഭവം കേരളത്തിൽ ഇപ്പോൾ 3 RVD ഓഫീസുകൾ തുടങ്ങാനാണ് കേരളത്തിലെ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്ന. ആ ഒരു ഓഫീസ് എന്ന് പറയുന്ന കോട്ടയത്താണ്. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ കേരളത്തിലെ കോട്ടയം ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക്, സാധാരണക്കാരുടെ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകങ്ങൾ കിട്ടാനുള്ള ഒരു സാഹചര്യം ഈ ഗവൺമെന്റ് ഇല്ലാതാക്കുന്നു. 2ാം ഘട്ട പാഠപുസ്തകം എത്തേണ്ട സമയം കഴിഞ്ഞു. 1ാം ഘട്ട പാഠപുസ്തകം ഇപ്പോൾ എത്തിയിട്ടില്ല. 2ാം ഘട്ട പാഠപുസ്തകം എത്തേണ്ട സമയം കഴിഞ്ഞു. പാഠപുസ്തകങ്ങൾ കോട്ടയത്തെ ബുക്ക് ഡിപ്പോയിൽ നേരത്തെ ഇറക്കി വെച്ചിരുന്നു. ആ ബുക്ക് ഡിപ്പോയിലെ പാഠപുസ്തകങ്ങൾ ഒന്നൊന്നായി മറ്റ് ജില്ലകളിലേക്ക് കയറ്റിക്കൊണ്ടുപോവുകയാണ്. ഇന്നിപ്പോൾ അധ്യാപകരും വിദ്യാർത്ഥികളും കൂടി ആ ലോറി ഇപ്പോൾ കോട്ടയത്ത് തടഞ്ഞിട്ടിരിക്കുകയാണ്. ഇപ്പൊ പോലീസ് വന്നിട്ടുണ്ടോടെ. ആ പാഠപുസ്തകങ്ങൾ കോട്ടയം ജില്ലയിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള പാഠപുസ്തകങ്ങളാണ്. അത് മാറ്റിക്കൊണ്ട് ഇടുക്കി ജില്ലയിലേക്കും അതുപോലെ എറണാകുളം ജില്ലയിലേക്കും തൃശൂർ ജില്ലയിലേക്കും കടത്തിക്കൊണ്ടുപോകാൻ വേണ്ട ന്യായം പറയുന്നത്. നവംബർ മാസം 1ാം തീയതി കോട്ടയം ജില്ലയിൽ മേഖല ഓഫീസ്, ഹയർ സെക്കൻഡറിക്ക് മേഖല ഓഫീസ് തുടങ്ങണം. അതിന് ഓഫീസ് തുടങ്ങാൻ കേരള സർക്കാരിന്റെ കയ്യിൽ
മുറികളില്ല, അല്ലെങ്കിൽ സൗകര്യമില്ല. അതുകൊണ്ട് കേരളത്തിലെ പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കേണ്ട പാഠപുസ്തകങ്ങൾ ഇനി വേണ്ട എന്നാണ് ഈ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷകർത്താക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ കാണാൻ കഴിയുമെന്ന് പറഞ്ഞാൽ, പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർത്തുകൊണ്ട് പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കേണ്ട ഒരു കേരളത്തിലെ ഗവൺമെന്റ് പൊതുവിദ്യാഭ്യാസത്തെ തകർക്കുന്നതിനും അൺഎയ്ഡഡ് വിദ്യാഭ്യാസ ലോബിക്ക്, സ്വകാര്യ കച്ചവടക്കാർക്ക്, സ്വകാര്യ മുതലാളിമാർക്ക് ഉടലൂതുന്ന തരത്തിലേക്കാണ് ഈ ഗവൺമെന്റ് നയങ്ങളും സമീപനങ്ങളും എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിന് എതിരെയുള്ള ശക്തമായ പ്രതിഷേധം എന്ന നിലയിലാണ് കേരളത്തിലെ അധ്യാപക സമൂഹവും അതുപോലെ തന്നെ രക്ഷകർത്താക്കളുടെ സമൂഹവും വിദ്യാർത്ഥികളുടെ സമൂഹവും ഒന്നാകെ ചേർന്നുകൊണ്ട് ഇതേപോലുള്ള ഒരു പ്രക്ഷോഭത്തിലേക്ക് വരേണ്ട സാഹചര്യം ഉണ്ടായത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്